ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്ടർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നോർമലി നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ്, നേഴ്സ് എന്നത് മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ വളർച്ചയ്ക്ക് ഒരു നിർണായക ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് അൽസാദിത്ത്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാനിപ്പോൾ BBA കംപ്ലീറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇപ്പോൾ ജോബിന് വേണ്ടി ദുബായിലൊക്കെ പോകാൻ നിൽക്കുകയാണ്. സാബിത്തിനിപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു മെയിൻലി ഉണ്ടായത്? ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സുമാർക്കും എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ജോബ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ജോബ് ട്രെയിനിങ് ഇവിടെ ഇന്ത്യൻസ് ഗ്ലോബലിൽ തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഇവിടെ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യൻസ് ഗ്ലോബൽ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണെങ്കിലും പ്രാക്ടിക്കൽ സർവീസസ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ജോബ് ട്രെയിനിങ്ങിൽ കിട്ടിയ നോളജ് എങ്ങനെയാണ് ഇന്റേൺഷിപ്പിലേക്ക് യൂസ്ഫുൾ ആയത്? ജോബ് ട്രെയിനിൽ കിട്ടിയ നോളജ് ഇന്റേൺഷിപ്പിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായാലും എല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. സാറിന് ജോബ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ ഇംപ്രസ് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? ട്രെയിനിങ്ങിൽ തിയറി മാത്രമായിരുന്നില്ല, പ്രാക്ടിക്കൽ സക്സസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഫുൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്ലെക്സിബിൾ ടൈമിലായിരുന്നു. അതാണ് എൻ്റെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. സാറിന് ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് മെയിനായിട്ട് ഫേസ് ചെയ്ത ഒരു വെല്ലുവിളി എന്തായിരുന്നു? ഇന്റേൺഷിപ്പിൻ്റെ തുടക്ക സമയങ്ങളിൽ പേഷ്യൻറ്റിനെ തിരക്കാവുന്ന ടൈമാണെങ്കിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമായി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് ട്രെയിനിങ്ങും ഇപ്പം ഇന്റേൺഷിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അബ്രോഡിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് സാബിത്തിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ജോലിസാധ്യത മേഖലയാണ്. അതിനിപ്പോൾ വെറും തിയറിയോ അല്ലെങ്കിൽ നോളജ് മാത്രം കൊണ്ട് പറ്റില്ല. ഇപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, പ്രോബ്ലം സോൾവിങ് ആയാലും പേഷ്യൻറ്റ് ഹാൻഡ്ലിങ് ആയാലും. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു ഇൻറ്റേൺഷിപ്പ് തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് ഒരുപാട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. എന്നോട് ചോദിക്കുന്നതിൽ സ്റ്റുഡൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയായിരിക്കും. കറന്റ് ഇപ്പോൾ അബ്രോഡിലേക്ക് പോകാൻ നിൽക്കുന്ന സാബിത്തിന് ഇപ്പോൾ ഇന്ത്യൻസ് ഗ്ലോബലിനോട് ഇപ്പോൾ ഫൈനലി എന്താണ് പറയാനുള്ളത്? ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ത്യൻസ് ഗ്ലോബലിനോട് എനിക്ക് നന്ദി പറയുന്നുണ്ട്. ഓക്കെ സാബിത്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ.